കുടിക്കാനെന്താ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, ആലോചിക്കാനുള്ള സമയം തരണം. അത് ശരി. പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ 1 മണിക്കൂർ കഴിഞ്ഞാലും കുട്ടപ്പൻ പ്രവേശിക്കൂ. ആ സ്ലോ മോഷനാ. എന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഡോക്ടറുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. ശരി. ഇത് മുഴുവൻ കേട്ട് തീർക്കാൻ തന്നെ ഒരു മനുഷ്യായുസ് പോരല്ലോ. പഠിക്കുന്ന കാലം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണത്. മ്യൂസിക്കിനോട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റിസർച്ച് നടത്താം. ക്ലാസിക്കലുണ്ട്, നാടനുണ്ട്, പുറമേ നിന്ന് വരുത്തിയവയുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ സംഗീത പദ്ധതികൾ ശ്രദ്ധിച്ചു കേട്ടാൽ എല്ലാ സംഗീതത്തിനും ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട്. അത് നമ്മെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. എന്ന് ഞാൻ ഇറങ്ങട്ടെ? അതെന്താ? അല്ല, നമുക്ക് ദഹിക്കുന്ന വിഷയങ്ങളല്ലല്ലോ ഇതൊന്നും. കേട്ടിരുന്ന് ഇടയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം പറയും, അത് അബദ്ധവും. അത് മതിയല്ലോ ഇങ്ങനെ നല്ലൊരു ഗെറ്റുഗതർ നശിപ്പിക്കാൻ. ഞാനും ഇതിന്റെ അതോറിറ്റി ഒന്നുമല്ല, മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് അഭിപ്രായമൊന്നും പ്രകടിപ്പിക്കാത്തവരാകുമ്പോ എന്തും തുറന്നടിച്ച് പറയാമല്ലോ. ആട്ടെ, പൊടിയരിക്കഞ്ഞ് മുടങ്ങാതെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. മൂപ്പരേനാ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറോട്ടൊക്കെ ഇണങ്ങി ചേർന്നോ? ഇപ്പൊ വീട്ടിൽ പോണെന്ന് പറയുന്നില്ല, ഉറക്കമാണ്. തുളസിയെ ചാർജ് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഞാൻ ചില രാഗങ്ങളുടെ പേര് കുറിച്ച് തരാം. കുറെ കീർത്തനങ്ങള് ടീച്ചർ തന്നെ പാടി റെക്കോർഡ് ചെയ്ത് തരണം. അക്കമ്പനിമെന്റ്സ് നമുക്ക് ലോക്കൽ ആരെങ്കിലും വിളിക്കാം. ധൃതിയില്ല, 1-2 മാസത്തിനുള്ളിൽ മതി. സ്റ്റേജിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാനാ. അത് ഞാൻ ഏറ്റു. തല്ലിയാണെങ്കിലും ഞാൻ പാടിപ്പിച്ചോളാം. കുട്ടപ്പാ, അല്ല നമുക്ക് അത്താഴം ഇവിടെ ആക്കിയാലോ? മറ്റൊരു ദിവസം ആകാം. ഇന്നത്തേക്ക് അവിടെ കരുതിയിട്ടുണ്ട്. തന്നെയല്ല, കാവേരി കൊടുത്താലേ മൂപ്പർ എന്തെങ്കിലും കഴിക്കൂ. ഓ, എന്നാൽ ഇനി ഞാനധികം താമസിപ്പിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. എ ഹംബിൾ റിക്വസ്റ്റ്. ടീച്ചർ ഒരു പാട്ട് കേൾക്കണം. പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ വരുത്താവുന്ന നല്ല പാട്ടെന്ന് എനിക്കറിയാം. എന്നാലും ആ ഒരു ആശയാണ്. എന്താ ടീച്ചറെ? എന്നെ ടീച്ചറിന് വിളിക്കണോ? ഓ ജീസസ്, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞല്ലോ, ഇനി ചത്താലും മതി. ഇനിയിപ്പോ എനിക്ക് ഇത്തിലൂടെ സ്വാതന്ത്ര്യം എടുത്ത് ആവശ്യപ്പെടാം. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? പാടുന്നാ നല്ലത്. ഇല്ലെങ്കിൽ സാമാന്യ മര്യാദയോർത്ത് ഞാൻ പാടും. പിന്നെ എന്നെ ഡോക്ടർ ജോലിന്ന് പിരിച്ചുവിടും. തന്റെ അച്ഛന്റെ ചികിത്സ നിർത്തും. കൂട്ടപ്പൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ആകെ പ്രശ്നമാവും. ഞാൻ പറഞ്ഞേക്കാം. ആരാത്? നിന്റെ അച്ഛൻ. കഥ തുറക്കടാ. ഓ, എന്റെ ചെറിയച്ഛനാ. പുള്ളിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാനതങ്ങ് മറന്നു. ജസ്റ്റ് മിനിറ്റ്. എന്താടോ സന്ധ്യയ്ക്ക് മുമ്പ് കഥ അടച്ച് കിടപ്പായോ? എന്താ വല്ല കോൺഫറൻസോ മറ്റോ ആണോ? ഒന്നുമില്ല. ചെറിയച്ഛൻ ഇരിക്കും. ഇത് എലിസബത്ത്, എന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. ഇത് കാവേരി, മ്യൂസിക് കോളേജ് ടീച്ചറാ. ഇദ്ദേഹത്തിന്റെ ഫാദർ എന്റെ പേഷ്യന്റാ. ഓ, അത് ശരി. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ പരീക്ഷിക്കുകയായിരിക്കും അല്ലേ? അതെന്താ? മ്യൂസിക് ഇസ് ദ റെമഡി ഫോർ ഓൾ ഡിസീസസ്. എല്ലാ അസുഖങ്ങളെയും ഭേദമാക്കുന്ന ദിവ്യ ഔഷധമാണ് സംഗീതം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നു. അത്തരം പുതിയ വല്ല പദ്ധതിയും ആവിഷ്കരിക്കാനുള്ള ഉദ്ദേശമുണ്ടോ ഡോക്ടർ സാറിന്? ധൃതിയില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി ഇരിക്കാം. രസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാത്രിയാണ് എന്റെ വിനോദം. അത് ഈ അസമയത്ത് തന്നെ വേണോ ചെറിയച്ച? ഇപ്പൊ അവരിറങ്ങട്ടെ. ശരി, അപ്പൊ പിന്നെ നാളെ കാണാം. അല്ലെങ്കിൽ മറ്റന്നാള്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. ആ പോയതിൽ ഏതാ തന്റെ കക്ഷി? വെറുതെ അനാവശ്യം പറയല്ലേ ചെറിയച്ച. അവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാ. അവര് മാന്യമായി ജീവിച്ചോട്ടെ. നമുക്കിത്തിരി മാന്യത കുറഞ്ഞാലും മതിയല്ലോ. സംഗതി പ്രശ്നമായില്ലേ? ആ പോട്ടെ. വിഷയം എന്തായാലും മഞ്ഞപ്പത്രക്കാർക്ക് വാർത്ത ഉണ്ടാക്കരുത്. അവിവാഹിതനായ ഡോക്ടറുടെ വീട്ടിൽ തരുണീമണികളുടെ വിളയാട്ടം. എന്നെ തല പുറത്ത് കാണിക്കാൻ ഒക്കുവോ? അതെ, എവിടുന്നാ ഇപ്പൊ എഴുന്നള്ളത്ത്? 1 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് കറങ്ങി. കലാപബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അഹമ്മദാബാദ്, കൽക്കത്ത, പഞ്ചാബ്, കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്.
വല്ല പത്ര റിപ്പോർട്ടും തയ്യാറാക്കാനുള്ള പരിപാടിയായിരിക്കും. പത്ര റിപ്പോർട്ട് വട്ടുണ്ടോ നിനക്ക്? സത്യം സത്യമായിട്ട് എഴുതിയാൽ ഏത് പത്രം പ്രസിദ്ധീകരിക്കും? ഇത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനൊന്നുമല്ല, കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെ കണ്ടു? ആ, ഒക്കെ പറയാം. അതിനു മുമ്പ് നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചായ എടുക്കട്ടോ അതോ ജ്യൂസോ? നിന്റെ അച്ഛന്റെ കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ചായയൊന്നും കാപ്പിയൊന്നും വേണോ? ചൂടാക്കാൻ എന്തെങ്കിലും. ഞാനും ഇപ്പൊ കഴിക്കാറില്ല. മാന്യന്മാർക്ക് കഴിച്ചുകൂടാന്നുണ്ടോ? ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ? മോൻ തപ്പ്, ഒരു വെടിക്കുള്ളത് കാണും. ദൈവം എന്നെ അങ്ങനെ പരീക്ഷിക്കില്ല. എന്താ എന്ത് പറ്റി? അച്ഛന് ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഡ്രസ് ചെയ്തിട്ട് വരാം. രാത്രിയിലും തോന്നുന്നു ഡ്രസ് മാറാൻ. ഒരു അത്യാവശ്യം ഒന്ന് വിളിക്കുമ്പോ നീ ഒന്ന് ഇറങ്ങാൻ നോക്ക്. ഹരി, വരൂ. എല്ലാരും ഒന്ന് മാറി നിൽക്കണം പ്ലീസ്. കാവേരി ഒന്ന് വെളിയിൽ നിൽക്കൂ. ഐ എം സോറി. എന്ത് പറ്റി എലിസബത്തിന്? എല്ലാവരും വിട്ടുപോകാനുള്ള വിഷമം കൊണ്ടാണോ അതോ? ഇത്രയും കാലം പരിചയിച്ച ചുറ്റുപാടിൽ നിന്ന് വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ യാത്ര പറയാൻ എനിക്ക് പറ്റില്ല. പോകുന്ന ദിവസം അടുത്ത് വരുമ്പോൾ എനിക്ക് ഒരേ ഒരു ദുഃഖമേ ഉള്ളൂ. കാവേരി ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ ഒരു ശകുനപ്പിഴ പോലെ അവൾ ഹോസ്റ്റലിലെ മുറിയിൽ കുത്തിയിരിക്കുന്നത് ഇന്ന് കാലത്ത് ഞാൻ കണ്ടു. അവൾ എന്നോടൊന്നും പറയാറില്ല. പക്ഷെ പറയണോ? ഡോക്ടർക്ക് അറിയില്ല അവളെ. അറിയാം. അധികം ആർക്കും അവളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛന്റെ മരണം ഒരു സത്യമെന്ന് മനസ്സിലാക്കി സമാധാനിക്കാനുള്ള പാകതയൊക്കെ കാവേരിക്കുണ്ട്. പക്ഷെ ഞാൻ കൂടി പോയാൽ അവളുടെ കാര്യം പിന്നെ എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ എഴുന്നള്ളിക്കുന്നതെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന വേറെ ആരും എനിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. പോകുന്നതിന് മുമ്പ് വരാം യാത്ര ചോദിക്കാൻ. കാവേരി, എന്തെങ്കിലും ഒന്ന് പറ. എന്താ തന്റെ ഉദ്ദേശം? എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് മനസ്സമാധാനത്തോടെ യാത്ര പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാവേരി, പറയുന്നത് സ്വാർത്ഥത കൊണ്ടാണ്. എങ്കിലും ഞാൻ പോകുന്നവരെങ്കിലും
എല്ലായിടത്തും സന്തോഷമായിട്ടിരിക്കണം. ഹോസ്പിറ്റലിൽ വല്ലാതെ ബോറടിക്കുമ്പോൾ എലിസബത്ത് എനിക്കൊരു റിലീഫായിരുന്നു. വേണ്ടപ്പെട്ടവർ യാത്ര പറയുമ്പോൾ ജീവിതത്തോട് തന്നെ വല്ലാത്ത നീരസം തോന്നും. എന്നെ പ്രസവിച്ചതിന് 5-ാം പാക്കും എൻ്റെ അമ്മ മരിച്ചു. പിന്നെ അച്ഛനായിരുന്നു എല്ലാം. 5-ാമത്തെ വയസ്സിൽ ഒരു ശാപം പോലെ അച്ഛനും മരിച്ചു. ആ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് തോന്നി എനിക്കിനിയൊരു ജീവിതമില്ലെന്ന്. പിന്നെ ചെറിയച്ഛനായിരുന്നു കുറെ കാലം കൈപിടിച്ച് നടത്തിയത്. ഞാനൊരു കരപറ്റിയെന്ന് അറിഞ്ഞപ്പോ ചെറിയച്ഛൻ ദേശാടനക്കാരനായി. സത്യത്തിൽ കാവേരിയുടെ അവസ്ഥ തന്നെയാണ് എന്റെയും. ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ. ജോലി തിരക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയാണ് ഹോസ്പിറ്റൽ തുടങ്ങിയത്. പക്ഷേ അവിടെയും വല്ലാത്ത മടുപ്പ്. ദുഃഖങ്ങളുടെ കഥകളെ എല്ലാവർക്കും പറയാനുള്ളൂ. അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചത് സത്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെ കാവേരിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെങ്ങും പോകണമെന്ന് തോന്നുന്നില്ല. കാവേരി അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് കാവേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോരുമില്ലാത്തൊരു പെണ്ണോട് തോന്നുന്ന സഹതാപമെന്നോ കാരുണ്യമെന്നോ കരുതരുത്. പിന്നെ പ്രേമം പറഞ്ഞു പറഞ്ഞ് അർത്ഥം നഷ്ടപ്പെട്ടു പോയ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു പുരുഷന് ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീയോട് മാത്രം തോന്നുന്ന ഒരു വികാരമില്ലേ? അതിനെന്ത് വാക്ക് ഉപയോഗിക്കാം? അറിഞ്ഞൂടാ. കാവേരി എനിക്കിഷ്ടമാണ്. കാവേരി കൂട്ടിനുണ്ടെങ്കിൽ ജീവിക്കുന്നതിന് ചില പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാവേരിയുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നാളെ നമുക്ക് വീണ്ടും കാണണം. അരുതാത്താണ് ആഗ്രഹിച്ചതെങ്കിൽ പഴകും മുമ്പേ നുള്ളിക്കളയാമല്ലോ. പ്രശാന്തമായ ഒരു ഗ്രാമം, അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന മൊട്ടക്കുന്നുകൾ, പതുക്കെ ഒഴുകുന്ന വീതി കുറഞ്ഞ പുഴ, ഓരത്തൊരോലപ്പുഴ, കൂടെ പാർക്കാൻ തുളസിക്കതിരിന്റെ വിശുദ്ധിയും മുടിയിൽ കാറ്റനയുടെ മണമുള്ള ഒരു നാടൻ പെണ്ണ്. നോവൽ വായിച്ചും സിനിമ കണ്ടും നടന്ന പ്രായത്തിൽ ഇതൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. പിന്നെ പിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു പെണ്ണിനെയും സങ്കല്പിക്കാൻ വയ്യെന്ന് പഠിച്ചു. പക്ഷേ ഒരു ഇൻറ്റ്യൂഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നിയിരുന്നു പാടാൻ അറിയാവുന്നൊരു പെണ്ണായിരിക്കും. സംഗീതത്തോട് അന്നും ഭ്രാന്തായിരുന്നു, ഇന്നും. എന്തൊക്കെയായിരുന്നു കാവേരിയുടെ സ്വപ്നങ്ങൾ? കാവേരി കേട്ടില്ലേ? അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് അവകാശമില്ല. അതെന്താ? എനിക്ക് മുമ്പേ ശപിക്കപ്പെട്ടവളായതുകൊണ്ട്. ഏത് ശാപവും
ജീവിതം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് പഠിച്ചവനാണ് ഞാൻ. മനസ്സിന്റെ ഇച്ഛാശക്തി, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരുതരം മാർച്ച്. ആട്ടെ, എന്തായിരുന്നു കാവേരിയുടെ ശാപം? ഇങ്ങനെ ഒരു മുഖം കിട്ടിയതോ, അത് പാടാനുള്ള കഴിവോ, അല്ലെങ്കിൽ പഞ്ഞു പോലെയുള്ള ഒരു മനസ്സോ? ഏതാണ്? ദുഃഖത്തിന്റെ മാറാപ്പൻ ചുമന്നു നടക്കുന്ന ഒരു ഭൂതകാലം ആരുടെ ജീവിതത്തിലും ഉണ്ടാവും. എനിക്കതൊന്നും അറിയാവുന്നില്ല. പക്ഷേ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും പുറകോട്ട് പിടിച്ചു വലിക്കുന്ന തോട്ടിയാവരുത്. ശ്രമിച്ചു നോക്കാഞ്ഞിട്ടല്ല, എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആരോടെങ്കിലും പ്രേമം തോന്നിയിരിക്കാം, അയാളെ ചതിച്ചിരിക്കാം, അയാൾ വേറെ വിവാഹം കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയിരിക്കാം. എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനുണ്ടാവും. അങ്ങനൊരു കഥയല്ല എന്റേത്. പിന്നെ അതെന്തായാലും എന്റെ ഇഷ്ടത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കേൾക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ പറയുന്നത് കൊണ്ട് കാവേരിയുടെ മൂടിക്കെട്ടിയ മനസ്സിന് പ്രത്യേകിച്ച് റിലീഫ് കിട്ടുമെങ്കിൽ ഞാനൊരു കേൾവിക്കാരനായിട്ടിരിക്കാം. എനിക്കത് പറയണം, ഇല്ലെങ്കിൽ ഞാൻ കാരണമില്ലാതെ ഒഴിഞ്ഞു മാറിയെന്നല്ലേ ധരിക്കും. പറഞ്ഞോളൂ, എന്താണ് കാവേരിയുടെ കഥ? नमः गं गणपतये नमः गणपतये 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 गुरवे नमः परमेश्वर सुत परमभूतिप्रद पार्वती लालित परन्धाम गुरवे नमः विश्ववन्दित नित्यानन्दित विश्ववन्दित नित्यानन्दित विज्ञानवारानिधे गजानना विनायका विद्यालसित गणपतये गणपतये गुरवे नमः।